ഹലോ എല്ലാവരോടും. ഇന്ന് ഞാൻ ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ ചേരുവകളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റിലൂടെ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. എൻ്റെ കുറേ കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിയലിൻ്റെ റെസിപ്പി ഇടണം എന്ന്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേ ഒരു യുവകലാതരംഗ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട്. അതായത് ഞങ്ങളുടെ ഇളമക്കരയിലുള്ള എല്ലാ ജനങ്ങളെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ക്ലബ്ബാണ്. ഈ ക്ലബിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു കുക്കറി ഷോ നടത്തി. ഇതിൽ വെജും നോൺ വെജും ആയിരുന്നു. വെജിൽ അവിയലും നോൺ വെജിൽ ബീഫും. ഇതിൽ രണ്ടിലും എനിക്ക് പ്രൈസ് കിട്ടി. അവിയലിന് എനിക്ക് ഫസ്റ്റും ബീഫിന് എനിക്ക് തേർഡുമായിരുന്നു. ഇത് അനൗൺസ് ചെയ്യാൻ വന്നത് താജ് മലബാർ ഹോട്ടലിലെ ഷെഫും അസിസ്റ്റൻറ്റും ആയിരുന്നു. അപ്പം എന്നെപ്പോലുള്ളൊരു വീട്ടമ്മയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്ന് പറഞ്ഞത് ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നതിന് അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ളൊരു അവാർഡായിരുന്നു അത്. അപ്പോൾ ഇത് ഞാനിവിടെ പറയാൻ കാരണം നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്താലും നമ്മളെ തരം താഴ്ത്തുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ നിനക്കത് കിട്ടിയോ, നിനക്കങ്ങനെ ചെയ്യാൻ പറ്റിയോ, നീ വെറുതെ പറയണതാണ്, അങ്ങനെയൊക്കെ പറയണ കുറേ നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന കുറേ ആളുകളുണ്ട്. അതൊരിക്കലും അവരുടെ ആ ഒരു സ്വഭാവത്തിന് മാറ്റം വരില്ല. അപ്പോൾ ഞാനൊരിക്കലും എൻ്റെ ഒരു നേട്ടങ്ങളിൽ ഞാൻ അഹങ്കരിക്കാറുമില്ല, എൻ്റെ താഴ്ചയിൽ ഞാൻ കരയാറുമില്ല. അതെല്ലാം നമ്മുടെ സൃഷ്ടാവിൻ്റെ ഓരോരോ വികൃതികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാറില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണം എന്ന് തോന്നി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുള്ള കാരണം ഈ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റണത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ നിൽക്കണം. താങ്ക് യു.